കൊലപാതകവും മയക്കുമരുന്ന് ഉപയോഗവും വർദ്ധിക്കുവാൻ കാരണം സിനിമയോ? സിനിമയുടെ സ്വാധീനം കൊണ്ടാണ് ഈ അടുത്ത കാലത്തുണ്ടായ ചില കൊലപാതകങ്ങളും മയക്കുമരുന്നുകളുടെ ഉപയോഗവും സമൂഹത്തിൽ കൂടുന്നത് എന്ന തരത്തിലൊക്കെ വലിയ ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ സിനിമ മാത്രമാണോ പ്രധാന വില്ലൻ എന്നാണ് i2 ന്യൂസ് ഇന്ന് പരിശോധിക്കുന്നത്. സിനിമയാണ് പ്രധാന വില്ലൻ എന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിക്കുന്നവർ യാഥാർത്ഥ്യത്തിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ മാറ്റുകയാണ് എന്ന് പറയേണ്ടി വരും. ഒരു സിനിമയുടെ പ്രമേയം എന്ന് പറയുന്നത് ആ സമൂഹത്തിൽ നിലനിൽക്കുന്ന സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളുടെ പരിച്ഛേദമാണ്. ഒരു വശത്ത് സർക്കാർ യാതൊരു മാനദണ്ഡങ്ങളുമില്ലാതെ ബാറുകൾക്കും ബിവറേജുകൾക്കും ബിയർ ആൻഡ് വൈൻ പാർലറുകൾക്കും അനുമതി നൽകിക്കൊണ്ടിരിക്കുന്നു. അതും പോരാഞ്ഞ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനു വേണ്ടി ബ്രൂവറികൾക്ക് അനുമതിയും നൽകുന്നു. സിഗരറ്റ് കമ്പനികൾ യുവജനതയെ ആകർഷിക്കുന്ന ക്രിക്കറ്റ് അടക്കമുള്ള മത്സരങ്ങളുടെ സ്പോൺസർമാരാകുന്നു. സത്യവിശ്വാസികൾ ബാറുകളും ഷാപ്പുകളും നടത്തുന്നു. കഞ്ചാവ് കൃഷി തന്നെ ലാർജ് സ്കെയിലിൽ നടത്തുന്നു. ഇതിനൊന്നും കുഴപ്പമില്ല. സിനിമയിലെ നായകനോ അഭിനേതാക്കളോ അഭിനയിക്കുന്നത് കണ്ടാൽ യുവതലമുറ വഴിതെറ്റും പോലും. സിനിമയിലെ വില്ലന്മാരെക്കാളും നമ്മെ സ്വാധീനിക്കുന്നത് നമ്മുടെയൊക്കെ വീടുകളിലെ മാതാപിതാക്കളുടെ ചെയ്തികളല്ലേ. സിനിമയിലെ അഭിനേതാക്കളുടെയും നായകന്മാരുടെയും ഒക്കെ മാനറിസം അന്ധരായ പ്രേക്ഷകർ അനുകരിക്കുവാൻ ശ്രമിക്കും എന്നത് യാഥാർത്ഥ്യമാണ്. അവരും മൊണ്ണവിശ്വാസികളുടെ കാര്യം പറഞ്ഞതുപോലെയാണ്. വിവേചന ബുദ്ധിയില്ല. ഉട്ടോപ്യൻ ലോകത്താണ് അവരും ജീവിക്കുന്നത്. മത ആത്മീയ കച്ചവടക്കാർ മത്സരിച്ച് ഇവിടെ ആത്മീയ പ്രബോധനങ്ങൾ നടത്തിയിട്ടും പഠിപ്പിക്കലുകൾ നടത്തിയിട്ടും ഒരു ബാലൻസ്ഡ് മൈൻഡ് ജനങ്ങൾക്ക് ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ് എന്ന് നാം ചിന്തിക്കുമ്പോൾ ഇവരുടെ പ്രസക്തി എന്താണെന്ന് നാം ചോദിക്കേണ്ടി വരും. അവർക്ക് അനുയോജ്യമായ രീതിയിൽ മാത്രം നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുന്നു എന്ന് വേണം കരുതുവാൻ. സിനിമയെ വെറും സിനിമയായും ഇതെല്ലാം ഒരു സാങ്കല്പിക കഥയാണെന്നും ഇതൊരു എന്റർടൈൻമെന്റ് ഉപാധി മാത്രമാണെന്നും ജനങ്ങൾക്ക് എന്തുകൊണ്ട് മനസ്സിലാക്കി കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലാകുന്നില്ല? സിനിമ കാണുവാനും കാണാതിരിക്കാനുമുള്ള അവകാശം പ്രേക്ഷകർക്കുണ്ടെന്നിരിക്കെ ആരെങ്കിലും ഇവരെ നിർബന്ധിക്കുന്നുണ്ടോ അത് കാണുവാൻ? ഫിലിമിന്റെ സർട്ടിഫിക്കേഷൻ അനുസരിച്ച് താല്പര്യമുള്ളവർ മാത്രം പോയി പടം കാണുക, അതിനെ ഒരു ചലച്ചിത്രം എന്ന നിലയിൽ മാത്രം എടുക്കുക, എന്നിട്ട് സ്വയം വിചിന്തനം ചെയ്യുക. എന്തെങ്കിലും നന്മ അതിൽ നിന്നും സ്വീകരിക്കുവാനുണ്ടെങ്കിൽ അത് സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയുക. ഇപ്രകാരം ആരോഗ്യമുള്ളൊരു നിലപാട് ഈ വിഷയത്തിൽ എടുക്കേണ്ടുന്ന ആത്മീയ തൊഴിലാളികൾ ഏതെങ്കിലും ഒരു പക്ഷത്തിന്റെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ പക്ഷം ചേർന്ന് നിന്ന് വർഗീയത ആളിക്കത്തിക്കുവാൻ ശ്രമിക്കുന്നത് കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി. സിനിമാ നിർമ്മാതാക്കളോ സെൻസർ ബോർഡ് മാത്രമോ ആണോ ഇത്തരം രംഗങ്ങൾ സിനിമയിൽ വർദ്ധിക്കുവാൻ അല്ലെങ്കിൽ വരുവാൻ കാരണം? അവർ മാത്രം വിചാരിച്ചാൽ നിയന്ത്രിക്കാനാകുമോ ഇത്തരം പ്രവണതകളെ? ഈ വിഷയത്തിൽ ഇന്ന് പ്രതികരിക്കുവാൻ നമ്മോടൊപ്പം ചേരുന്നത് ശ്രീ സജി നന്ദ്യാട്ടാണ്. അദ്ദേഹം കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ജനറൽ സെക്രട്ടറിയാണ്. ശ്രീ സജി നന്ദ്യാട്ട്, മലയാള ചലച്ചിത്രങ്ങളിൽ ഈ അടുത്ത കാലത്തായി കൂടി വരുന്ന വയലൻസും മയക്കുമരുന്ന് ഉപയോഗങ്ങളും വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഇത്തരം രംഗങ്ങൾ നിർദാക്ഷിണ്യം മുറിച്ചു മാറ്റുവാൻ നിർദ്ദേശം നൽകേണ്ടുന്ന സെൻസർ ബോർഡിന്റെ ഒരു വീഴ്ചയായി നമുക്കിതിനെ കാണാൻ സാധിക്കുമോ? നമ്മൾ സെൻസർ ബോർഡ് എന്ന് പറയുന്നത് എന്താണ്? സെൻസർ ബോർഡ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ആ ബോഡിയെ വെച്ചിരിക്കുന്നതിന്റെ പ്രധാന കാരണം ഈ സിനിമ എന്ന് പറയുന്ന മാധ്യമം, ആ മാധ്യമം ജനകീയമാക്കുമ്പോൾ അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ഏത് തരത്തിലുള്ള സിനിമയാണെന്ന് ബോധ്യപ്പെടുത്തുവാനാണ്. അപ്പൊ പല കാറ്റഗറൈസേഷൻ, UA ഉണ്ട്, A ഉണ്ട്, പല കാറ്റഗറൈസേഷൻ ഈ സെൻസർ ബോർഡ് കൊടുക്കുന്നുണ്ട്. അപ്പം ഒരു പ്രേക്ഷകൻ ചെയ്യേണ്ട ആദ്യത്തെ വാണിംഗ് നോക്കുക, ഏത് തരത്തിലുള്ള സിനിമയാണ്, ഏത് നേച്ചറാണ്, ഏത് സ്വഭാവമുള്ള സിനിമയാണെന്ന് അതിന്റെ ഈ സർട്ടിഫിക്കേഷനിലുണ്ട്. ശരിക്കും പ്രേക്ഷകർ അവബോധം കുറച്ചുകൂടെ കൂട്ടണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം ഇത് ഏത് തരത്തിലുള്ള സിനിമയാണ്, ഇത് പ്രദാനം ചെയ്യുന്നത്, ഇതിന്റെ നേച്ചർ എന്താണ്, സ്വഭാവം എന്താണ്, ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് ഏകദേശം നമുക്ക് അറിയാൻ സാധിക്കും. ഇപ്പൊ മാർക്കോ സിനിമ ഒത്തിരി വിവാദത്തിലേക്ക് വന്നു. മാർക്കോ സിനിമ എന്ന് പറയുന്നത് അതിനകത്ത് ഒത്തിരി ഈ കാര്യങ്ങള് ഭയങ്കരമായ രീതിയിലുള്ള എന്താ പറയുക, ഈ പറഞ്ഞ മനുഷ്യർ ആൾക്കാരെ വഴിതെറ്റുന്ന തരത്തിലുണ്ടെന്നൊക്കെ പറയുമ്പോഴും അതിന് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുകയാണ്. 18 വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രമേ അത് പ്രവേശിക്കാൻ പാടുള്ളൂ. പക്ഷേ തിയേറ്ററുകാർ, ഞങ്ങളുടെ അസോസിയേഷൻകാർ പറയുന്നത് 18 വയസ്സ് താഴെയുള്ള പിള്ളേരുമായിട്ട് ഗാർഡിയൻസ് വരുമ്പോൾ അവരോട് ഈ കുട്ടിയെ കയറ്റരുതെന്ന് പറയുമ്പോൾ ഗാർഡിയൻസ് തിയേറ്ററുകാരോട് ഉടക്കുകയാണ്. തിയേറ്ററുകാർക്ക് പ്രശ്നമുണ്ട്. അപ്പൊ അവരിതിനെ ഇങ്ങനെ കയറ്റാനോ തിയേറ്ററിൽ കയറ്റാനോ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഗാർഡിയൻസ് പോലും ഞങ്ങളോടൊപ്പം വന്ന് ഞങ്ങളുടെ മക്കളെ തിയേറ്ററിൽ കയറ്റണമെന്ന് വാശി പിടിക്കുകയാണ്. തിയേറ്ററുകാർക്ക് 10,000 രൂപയാണ് ഫൈൻ. ഈ 18 വയസ്സ് കഴിഞ്ഞുള്ള കഴിയാത്ത കുട്ടികളെ തിയേറ്ററിൽ ഇത്ര സർട്ടിഫിക്കേഷൻ ഉള്ള സിനിമയ്ക്ക് കയറ്റിയാൽ 10,000 രൂപയാണ് അവർക്ക് ഫൈൻ വരുന്നത്. രണ്ടാമത്തെ പ്രാവശ്യം അവർ ലൈസൻസ് കട്ട് ചെയ്യും. അപ്പൊ ജനങ്ങൾ തന്നെ ഇതിനകത്ത് ജനങ്ങൾ ഉദ്ദേശിച്ച പ്രേക്ഷകർ തന്നെ ഈ സിനിമ ഏത് തരത്തിലുള്ളതാണെന്ന് അറിഞ്ഞുകൊണ്ട് സിനിമയ്ക്ക് കയറുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇതിനകത്ത്
സെൻസർ ബോർഡിനാണ് തീരുമാനം എടുക്കാൻ പറ്റുക. ഇന്ന സിനിമ വരുമ്പോൾ ഞാൻ ചെയ്യട്ടെ OTT എന്തൊക്കെ കാണിക്കുന്നു. OTT നമുക്ക് സെൻസർ ചെയ്യാൻ പറ്റുന്നില്ല. OTT ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു മലയാള സിനിമയില് സെൻസർ ബോർഡ് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ അക്രമവാസനയുള്ള സിനിമകളെ പ്രോത്സാഹിപ്പിക്കുന്നു പറയുമ്പോൾ തന്നെ നമ്മുടെ ചെറുപ്പക്കാർക്ക് അവരുടെ വിരൽത്തുമ്പില് ലോകത്തെ മുഴുവൻ സിനിമയും കണ്ടുകൊണ്ടിരിക്കുകയാണ് അവര്. അപ്പൊ ആ ലോകത്തിലെ മുഴുവൻ സിനിമയും കാണുന്ന അവർക്ക് മലയാളത്തിൽ മാത്രം വയലൻസ് കുറഞ്ഞതിന്റെ പേരിൽ അവരിലേക്ക് അക്രമം വരുന്നു എന്നതിനെ കുറിച്ച് എനിക്ക് യാതൊരു വിധത്തിലുള്ള അഭിപ്രായ അക്കാര്യത്തില്ല. പിന്നെ സിനിമ മനുഷ്യനെ സ്വാധീനിക്കുന്നുണ്ട്. സിനിമയുടെ നന്മ വശങ്ങൾ എന്തുകൊണ്ടാണ് മനുഷ്യൻ എടുക്കാത്ത? അങ്ങനെയാണെങ്കിൽ ഏറെ സിനിമയിലാണ് തിന്മ ജയിച്ചിരിക്കുന്നത് ക്ലൈമാക്സില്. എല്ലാ സിനിമയുടെയും കഥാവസാനം നന്മ മാത്രം ജയിക്കുന്ന ഒരു അവസ്ഥയാണല്ലോ. അപ്പൊ ആ നന്മകളെ എന്തുകൊണ്ട് ജനം സ്വീകരിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്വീകരിക്കുന്നില്ല? സിനിമയാണ് ഇതിനെല്ലാം ഇന്നത്തെ വാസനയ്ക്ക് കാരണം എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഇപ്പം മാർക്കോയെ കുറിച്ചാണ് ആദ്യമേ ഉള്ള ഒരു എന്താ പറയുക വിവാദം വന്നത്. അതിനുശേഷം ഇപ്പം എമ്പുരാൻ രാഷ്ട്രീയ വിവാദമാണ്. എമ്പുരാനത്തിന് രാഷ്ട്രീയ വിവാദം ഉണ്ടെങ്കിൽ ഒരു ജർമ്മനിയുമായി ബന്ധപ്പെട്ടതുണ്ട്. അതുകൊണ്ട് ഈ നമ്മുടെ ഈ പറഞ്ഞ ഓഫീസർ ഡ്യൂട്ടിക്കകത്തൊരു പ്രശ്നമുണ്ട്. അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? സെൻസർ ബോർഡിനാണ്. പിന്നെ സെൻസർ ബോർഡ് അത് കട്ട് ചെയ്യാതെ വിടുമ്പോഴും അവർ അതിനൊരു സർട്ടിഫിക്കേഷൻ കൊടുക്കും. ആ സർട്ടിഫിക്കേഷൻ അനുസരിച്ച് സിനിമ കാണുക എന്നുള്ളത് പ്രേക്ഷകരുടെ ഒരു എന്താ പറയാ ഒരു അഭിരുചി, അല്ലെങ്കിൽ പ്രേക്ഷകനാണ് ഇത് തീരുമാനിക്കുന്നത്. പിന്നെ സിനിമകൾ മാത്രമാണ് ഈ നമ്മുടെ സമൂഹത്തിലുള്ള വയലൻസിന് കാരണമെന്ന് പറയുന്നത് 1% പോലും ഞാൻ യോജിക്കുന്നേ ഇല്ല. അപ്പൊ മൊബൈലിൽ കൂടെ ലോകത്തെ മുഴുവൻ സിനിമകളും കാണുന്നു, OTTയിലൂടെ കാണുന്നു, നമ്മുടെ സീരിയലുകളിലൊക്കെ നമ്മൾ കാണുന്നു. അതൊന്നും സെൻസേർഡ് അല്ല. സിനിമയ്ക്ക് മാത്രം സെൻസേർഡ് ആണ്, സിനിമയാണ് സമൂഹത്തെ വഴിതെറ്റിക്കുന്നതെന്ന വാദത്തോട് 1% ഞാൻ യോജിക്കുന്നില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ പരിശോധിക്കപ്പെടണമെങ്കിൽ പരിശോധിക്കപ്പെടാൻ തയ്യാറാണ്. സെൻസർ ബോർഡ് അതിനനുസരിച്ച് നമ്മളോട് സഹകരിക്കാൻ ഞങ്ങളും സഹകരിക്കാൻ തയ്യാറാണ്. ഒരു സംശയം വേണ്ട അക്കാര്യത്തില്. അതുപോലെ ഇപ്പോൾ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള പല ഇഷ്യൂകൾ വരുമ്പോഴത്തേക്കും അത് സിനിമയുടെ മണ്ടയിൽ ഒരു ചാരാനുള്ള ഒരു പ്രവണതയാണോ ഇപ്പോൾ ഉണ്ടാകുന്നത്? കാരണം ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു കൊലപാതകമോ അല്ലെങ്കിൽ നാർക്കോട്ടിക് സബ്സ്റ്റൻസിന്റെ ഉപയോഗം കൂടുമ്പോഴോ ഇതെല്ലാം സിനിമയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണെന്ന് വരുത്തി തീർക്കാനൊരു ശ്രമം ഉണ്ടാകുന്നു. അതേസമയം ഇതിനെയൊക്കെ ഒരു അവബോധം കൊടുക്കേണ്ടുന്ന, നല്ല നേർമാർഗത്തിലൂടെ നയിക്കേണ്ടുന്ന പല ആത്മീയ പ്രസ്ഥാനങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. ഈ തിയേറ്ററുകളെക്കാളും ഏറ്റവും കൂടുതൽ മുക്കിന് ഒരു ലിമിറ്റഡ് ബസ് സ്റ്റോപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇന്ന് 10ലധികം പള്ളികളും ആരാധനാലയങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളെല്ലാം ഇവര് എല്ലാ ദൈനംദിന രീതിയിൽ പ്രാർത്ഥനകളും ഉപവാസങ്ങളും മറ്റു തരത്തിലുള്ള അവയർനെസ് പ്രോഗ്രാമുകളും ഒക്കെ നടത്തുന്നുമുണ്ട്. പക്ഷെ എന്നിട്ടും ഇത്തരത്തിലുള്ള വയലൻസ് കൂടുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വരുമ്പോഴത്തേക്കും ഇത് സിനിമയെ ഒരു കരിവാക്കി ആളുകളുടെ ഒരു അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യുന്ന ഒരു ടാക്ടിക്സ് മാത്രമായിട്ട് തോന്നുന്നുണ്ടോ? കറക്റ്റാണ് സുനിൽ മാത്യു താങ്കൾ പറഞ്ഞു. താങ്കളെ എനിക്ക് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്. താങ്കളുടെ ഒരു ഓരോരോ സാമൂഹ്യ രംഗത്തുള്ള താങ്കളുടെ ഇടപെടലിനെ ഞാൻ അംഗീകരിക്കുന്ന ഒരാൾ കൂടിയാണ്. താങ്കൾ പറഞ്ഞ വളരെ കറക്റ്റാണ്. അതായത് എവിടെയെങ്കിലും കൊണ്ട് ഇത് ചാരുക, ഞങ്ങളല്ല കാരണക്കാര് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സാധാരണ വാഹനം ഇരിക്കുന്ന പോലെ വലിയ വണ്ടി ചെറിയ വണ്ടി ഇടിച്ചാലും ചെറിയ വണ്ടിക്കാരനല്ല തെറ്റെങ്കിലും വലിയ വണ്ടിക്കാരനെ എതിരായിട്ട് ജനം തിരിയെന്ന് പറഞ്ഞത് അതൊരു സ്മാർട്ട് സൈക്കോളജിയാണ്. ഒന്നും ചെയ്യാതെ വരുമ്പോൾ എന്ത് ചെയ്യാണ്? സിനിമയാണ് ഇതിനെല്ലാം കാരണമെന്ന് പറയാം. ഞാൻ ചോദിക്കട്ടെ, ഈ നമ്മുടെ കൂടത്തായി ജോളി ഇങ്ങനെ കൊന്നു എന്ന് പറഞ്ഞു, അങ്ങനെയെങ്കിൽ അത് സിനിമയാണോ കാരണം? ഇത് ലോകത്തുള്ള സകല അക്രമം അതല്ല. ഇതിന് ആത്മീയ പ്രസ്ഥാനം എല്ലാം വാണിജ്യ പ്രസ്ഥാനങ്ങളല്ലേ. ഇതെല്ലാം ഈ ഒരുത്തൻ നശിച്ചു പോയാലല്ലേ ഉള്ളൂ അവനെ നന്നാക്കാൻ വേണ്ടി പ്രാർത്ഥനയിലേക്ക് അവർ അഭയം പ്രാപിക്കത്തുള്ളൂ. ഇങ്ങനെയല്ലേ ഇവന്റെ കാര്യം പിടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ പ്രശ്നം ഉണ്ടെങ്കിലല്ലേ പ്രശ്നം പരിഹരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയുള്ള എവിടെയെങ്കിലും മക്കള് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥലങ്ങളിലെ മക്കളോ ഏതെങ്കിലും തരത്തില് ഇതിനൊക്കെ അടിമപ്പെടുകയാണെങ്കിൽ ഏതെങ്കിലും ആത്മീയവാദിയുടെ അടുത്തോ ഏതെങ്കിലും ആൾദൈവത്തിന്റെ അടുത്തോ ചെന്ന് ഇവരെ നന്നാക്കാൻ പറയുമ്പം ആൾദൈവം അവരെ നന്നാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ മൊത്തം സമ്പത്ത് അടിച്ചു മാറ്റുകയല്ലേ. അപ്പൊ അതുകൊണ്ട് പ്രശ്നം ഉണ്ടാകുന്നതാണ് ഇവർക്കെല്ലാം ഇഷ്ടം. പിന്നെ ഇതെല്ലാം ഒരു ഐവാഷിക്കല്ലേ. ആത്മീയത എന്ന് പറയുന്നത് തന്നെ വാണിജ്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നത് പണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായി ബൈബിൾ എന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നത്. ഇവിടെയാണ് ആത്മീയവാദികളുള്ളത്. പഴയ കാലത്ത് നല്ല അച്ഛന്മാരും നല്ല വിശ്വാസികളൊക്കെ ഉണ്ട്. ഇപ്പൊ ഇതൊരു ചടങ്ങ് മാത്രമായി മാറിയിരിക്കുക. പൈസ ഉണ്ടാക്കാനുള്ള മാർഗമാണ് വേദവസ്ഥ ഇന്നത്തെ കാലത്ത് പലർക്കും. മൊത്തത്തിൽ മനുഷ്യന്റെ മാനസികാവസ്ഥയ്ക്കും ചിന്തയ്ക്കും വ്യത്യാസം വരണം. സെൻസർ ബോർഡ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമാണ്. അവർക്ക് എത്ര നിയന്ത്രിക്കാൻ പറ്റും? ഇപ്പൊ ഞാൻ ചെയ്യട്ടെ, ഇപ്പൊ നമ്മളൊരു മാർക്കോ എന്ന സിനിമയെ കുറിച്ച് പറഞ്ഞു. സെൻസർ ബോർഡ് കേരളത്തിലെ സെൻസർ ബോർഡ് റിജക്ട് ചെയ്ത പടവാ. പിന്നീട് 10 പേരടങ്ങുന്ന പുതിയ കമ്മിറ്റി ബോംബെയിൽ പോയിരുന്നാണ് ഇതിന് അംഗീകാരം കൊടുത്തത്. അപ്പൊ അതിന് അവർ എ സർട്ടിഫിക്കറ്റും കൊടുത്തു. ആദ്യം US സർട്ടിഫിക്കറ്റ് ആണ് അവർ ആഗ്രഹിച്ചത്, പിന്നീട് A സർട്ടിഫിക്കറ്റ് കൊടുത്തു. അതിന്റെ വയലൻസ് കണ്ടുകൊണ്ട് അപ്പം സെൻസർ ബോർഡ് അത് കറക്റ്റായിട്ട് സെൻസർ ചെയ്യുന്നുണ്ട്. അതിന്റെ സ്വഭാവം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ജനങ്ങൾ അത് സെലക്റ്റീവായി ഇത് ഏത് തരത്തിലുള്ള നേച്ചറാണ് കാണിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് സിനിമയ്ക്ക് കയറുക. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ ആൾക്കാർക്ക് ഇഷ്ടമാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു പേടിപ്പെടുത്തുന്ന രംഗം ഒരു തിയേറ്ററിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പേടിപ്പെടുത്തുന്ന രംഗം കാണുമ്പോൾ കൊച്ചുകുട്ടികൾ കണ്ണടയ്ക്കും. ഈ കണ്ണടച്ച കുട്ടികൾ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? അറിയാതെ അവരെ കണ്ണ് തുറക്കും. അവർക്ക് ഇഷ്ടമാണ് കാണാൻ. അതിന്റെ അർത്ഥം അതാ.
മനുഷ്യന് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇത് സിനിമയാണ് ഇതിന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് കൈ കഴുകാനുള്ള അല്ലെങ്കിൽ സിനിമയുടെ വേണ്ടി വെച്ചുകൊണ്ട് തങ്ങളുടെ ഉത്തരവാദിത്വം മാറി നിൽക്കാനുള്ള ഒരുതരം അടവാണ്, ഒരു അടവ് നയം മാത്രമാണ്. ഇപ്പൊ മാർക്കോ സിനിമയിലാണെങ്കിൽ അത്തരത്തിലുള്ള ക്രൂര ദൃശ്യങ്ങളും കൃത്യങ്ങളും ഉണ്ടായി എന്ന് പറയുന്നു. പക്ഷേ അത് ഭയങ്കരമായിട്ട് ആ വിവാദം തന്നെ അതിന്റെ ഒരു മാർക്കറ്റിങ്ങിന് ഏറ്റവും നല്ല ടൂളായിട്ട് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി എന്ന് പറയുന്നതും പോസിറ്റീവായിട്ട് അവർക്ക് റിസൾട്ട് കിട്ടുന്നതിൽ സഹായിച്ചു. അന്നേരം അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് തന്നെയല്ലേ ഈ ഒരു പടത്തിൽ എമ്പുരാൻ എന്ന പടത്തിലാണെങ്കിൽ പോലും ആ ഒരു ഗർഭിണിയെ ഇത്തരത്തിൽ ശാരീരികമായി ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു ദൃശ്യങ്ങളൊക്കെ ഇത്തരത്തിലൊക്കെ വന്നാൽ അത് ചർച്ചാ വിഷയമാകുകയും അത് കൂടുതൽ പടത്തിന് ഒരു പ്രൊമോഷൻ ആകും എന്ന് കരുതി ഒരു പർപ്പസ്ഫുൾ ആയിട്ട് തന്നെ. കാരണം അവർക്കും അറിയാം, അവർക്കും കുടുംബങ്ങളും ഇത് അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ ഇത് സ്വീകരിക്കപ്പെടുന്നു എല്ലാവർക്കും വ്യക്തമായ ധാരണ ഉള്ളവർ തന്നെ ഇത്തരത്തിലുള്ള രംഗങ്ങൾ ആ മനുഷ്യന്റെ ഒരു സൈക്കോളജി, കാരണം ഇങ്ങനെയൊക്കെ അവൻ എതിർപ്പ് പറഞ്ഞാൽ പോലും ഇതൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു സട്ടിലായിട്ടൊരു മനസ്സ് നമുക്ക് ഉണ്ടെന്നുള്ളത് അതിനെ ഒരു എൻഗേജ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടാക്ടിക്സ് ഒക്കെ തന്നെയല്ലേ ഇത്? അല്ല, മനുഷ്യരെപ്പോഴും അല്ല, തിന്മ ഉണ്ടെങ്കിൽ നന്മയുണ്ടല്ലോ, ഈ നെഗറ്റീവ് ഉണ്ടെങ്കിലേ പോസിറ്റീവ് ഉള്ളൂ. ഇപ്പൊ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കുക എന്നുള്ളത് മാർക്കറ്റിംഗ് തന്ത്രമല്ലേ. നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കുന്നത് മാർക്കറ്റിംഗ് തന്ത്രം, അത് ആ മാർക്കറ്റ് ചെയ്യുന്നവരുടെ കഴിവാണ്, അത് നമ്മൾ അംഗീകരിച്ചേ വരത്തുള്ളൂ. ഇവിടെ ഒരു പ്രശ്നം, മാർക്കോ എന്ന സിനിമയിലേക്ക് ഭീകരമായ അവസ്ഥകൾ കണ്ടുകൊണ്ടാണ് എമ്പുരാൻ എടുത്തതിനെ എന്ന് പറയുന്നത് എനിക്ക് യോജിപ്പില്ല. കാരണം രണ്ട് സമയത്ത് ഷൂട്ട് ചെയ്യപ്പെട്ടതാണ്. എന്റെ അറിവ് ശരിയാണെങ്കിൽ കഴിഞ്ഞ ഓഗസ്റ്റ് അവസാനമാണ് ഈ ഗുജറാത്തിൽ വെച്ച് ഈ സീൻ ഷൂട്ട് ചെയ്യുന്നത്. അന്ന് മഴയായിട്ട് 17 ദിവസം ഷൂട്ടിംഗ് തുടങ്ങിയതാണ് ഈ എമ്പുരാന്റെ. ഇന്ന് 5000-ഓളം ജൂനിയർ ആർട്ടിസ്റ്റുകളെ ബോംബെയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അവിടെ മഴയും വെള്ളപ്പൊക്കമായിട്ട് ഗുജറാത്തിലെ ഒരു വലിയ കൊട്ടാരമാണ്. കൊട്ടാരത്തിൽ ഷൂട്ട് ചെയ്യാൻ മുടങ്ങി നിൽക്കുമ്പോൾ ഞാൻ ഓൾറെഡി ഈ ആന്റണി പെരുമാന്റെ ഓഫീസിൽ അപ്പോൾ ഇരിപ്പുണ്ട്. അപ്പോൾ അവര് അവിടെ നിന്ന് ഷൂട്ടിംഗ് നടക്കുന്നില്ല എന്ന് വളരെ വിഷമത്തോടെ പറയുന്നുണ്ട്. അത് ഓഗസ്റ്റ് അവസാനം എന്നുള്ള സംഭവം, കഴിഞ്ഞ ഓഗസ്റ്റ്, ഒരു വർഷം മുമ്പ്. മാർക്കോ ഒക്കെ അതിന് ശേഷം ഷൂട്ട് ചെയ്ത പടം. അപ്പൊ അതും തമ്മിൽ ഇത് കണ്ടിട്ടാണ് അത് എടുത്തത്, അത് കണ്ടിട്ടാണ് ഇത് എടുത്തതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നമ്മുടെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് സമൂഹത്തിൽ തന്നെ ഉള്ളവരാണ്. സമൂഹത്തിലുള്ള വ്യക്തികളെയാണ് കഥാപാത്രമായി എടുക്കുന്നത്. അല്ലെങ്കിൽ അവര് ഭസ്മം പോലെ ആകാശത്തുനിന്ന് ഭസ്മം എടുക്കുന്നതിന് എടുക്കുന്നതല്ല. ഓരോ കഥാകൃത്തും അല്ലെങ്കിൽ ഓരോ തിരക്കഥാകൃത്തുകളും സിനിമ കഥ എഴുതുമ്പോൾ, സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അവർക്ക് കണ്ട് മടുത്തവരും കണ്ട് പരിചയമുള്ളവരുമായ പല കഥാപാത്രങ്ങളെ അവർ സമൂഹത്തിൽ കണ്ടിട്ട് അത് വെച്ചാണ് ആ റോൾ മോഡലാക്കാൻ എഴുതുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ക്രൂരന്മാരല്ലേ, എത്ര ക്രൂരന്മാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ, നമ്മൾ ചിന്തിക്കാത്തവർ പോലും ക്രൂരന്മാർ എത്രയും പേരുണ്ട്. അപ്പൊ അവരുടെ ഓരോ ചേഷ്ടകളും ഒക്കെ അവരുടെ റോൾ മോഡലാക്കി എഴുതുമ്പോൾ അതിനെ അംഗീകരിക്കുന്നു എന്നുള്ള അല്ല അതിന്റെ അർത്ഥം. മറിച്ച് നന്മയെ സ്വീകരിച്ചുകൊണ്ട് തിന്മയെ നമ്മൾ വെറുക്കാനും തിന്മയെ എതിർക്കാനും തിന്മയെ സ്വീകരിക്കാതിരിക്കാനുള്ള മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാവണം. അതല്ലേ സത്യം. ശ്രീ സജി നന്ദ്യാട്ട് പറഞ്ഞതുപോലെ സമൂഹത്തിന്റെ പരിച്ഛേദമാണ് സിനിമയിലെ ഓരോ കഥാപാത്രങ്ങളും. നന്മയുള്ള കഥാപാത്രങ്ങളെ സ്വീകരിക്കുവാനും അനുകരിക്കുവാനും തിന്മയുടെ പ്രതിരൂപങ്ങളെ തിരസ്കരിക്കാനുമുള്ള അവബോധം പ്രേക്ഷകർക്കാണ് ഉണ്ടാകേണ്ടത്. ആ തലത്തിലേക്ക് പ്രേക്ഷക മനസ്സുകൾ വളർച്ച പ്രാപിച്ചാൽ വളരെ ബാലൻസ്ഡായി നമുക്ക് സിനിമയെ നോക്കിക്കാണാൻ സാധിക്കും, വിലയിരുത്താം. അതിന് മനുഷ്യ മനസ്സുകളെ സ്വതന്ത്രരായി ചിന്തിക്കുവാൻ നാം അനുവദിക്കണം. ഏതെങ്കിലും ഇസത്തിന്റെയോ സമുദായത്തിന്റെയോ പാർട്ടിയുടെയോ ടണൽ വിഷനിലൂടെ കാണുവാൻ ശ്രമിച്ചാൽ അതൊരു വെറും സിനിമയാണെന്ന യാഥാർത്ഥ്യം പോലും നാം മറന്നുപോകും. അതുകൊണ്ട് ചിന്തകൾ സ്വതന്ത്രമാകട്ടെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.